എന്തുകൊണ്ടാണ് ഇത്രയും തിക്കും തിരക്കും ഹോസ്പിറ്റലിൽ വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ട് ചിന്തിക്കാത്ത? ഇത്രയും ജനങ്ങൾ എന്താ ഇങ്ങനെ ഹോസ്പിറ്റലിൽ? അതേസമയം നമുക്ക് ഈ ഇടയ്ക്ക് കൊറോണ വന്നു ഇല്ലേ? കൊറോണ വന്നപ്പം ഈ പേഷ്യൻ്റൊന്നും കാണാനില്ല ഹോസ്പിറ്റലിൽ. അതെന്താ? എൻ്റെ പേര് വിനിത. ഞാൻ ദിവ്യാമൃതം ആയുർവൈദ്യമഠത്തിൽ നിന്നാണ്. അതായത് നമുക്ക് ഗവൺമെൻറ് അടിസ്ഥാനത്തിൽ, പ്രൈവറ്റ് അടിസ്ഥാനത്തിൽ ഒക്കെ നമുക്കിന്ന് ചികിത്സാ സമ്പ്രദായങ്ങളുണ്ട് അല്ലേ? ചികിത്സാ സൗകര്യങ്ങളുണ്ട് ഇല്ലേ? മെഡിക്കൽ കോളേജ്, ആയുർവേദ മെഡിക്കൽ കോളേജ് ഒക്കെ ഉണ്ട് ഒരുപാട്. അതായത് പഞ്ചായത്തിൽ ലെവലിലാണെങ്കിലും നമുക്കിന്ന് ഡയാലിസിസ് സെൻറ്റർ, പാലിയേറ്റീവ് യൂണിറ്റ് ഒക്കെ ഉണ്ട് അല്ലേ? പക്ഷെ എന്നാൽ കൂടെയും നമുക്കൊരു രോഗം വന്നാൽ നമ്മൾ അവിടെ ഒരു മെഡിക്കൽ കോളേജിൽ പോകാമെന്ന് കരുതുക. അവിടെ പോയി കഴിഞ്ഞാൽ നമ്മളെ അഡ്മിറ്റ് ചെയ്യാൻ ബെഡില്ല കേട്ടോ. ഇല്ല. കാരണം ഇന്ന് അത്രയ്ക്ക് തിങ്ങി നിറഞ്ഞതാണ് ഹോസ്പിറ്റലുകളെല്ലാം അല്ലേ? നമ്മളവിടെ പോയ ഡോക്ടർമാരെ നമ്മളെ മൈൻഡ് പോലും ചെയ്യൂല, മാറി നിൽക്കാൻ പറയും ഇല്ലേ? അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഇത്രയും തിക്കും തിരക്കും ഹോസ്പിറ്റലിൽ വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ട് ചിന്തിക്കാത്ത? ഇത്രയും ജനങ്ങൾ എന്താ ഇങ്ങനെ ഹോസ്പിറ്റലിൽ? അതേസമയം നമുക്ക് ഈ ഇടയ്ക്ക് കൊറോണ വന്നു ഇല്ലേ? കൊറോണ വന്നപ്പം ഈ പേഷ്യൻ്റൊന്നും കാണാനില്ല ഹോസ്പിറ്റലിൽ. അതെന്താ? അപ്പം എന്താ രോഗം വന്നില്ലേ? അപ്പം ഈ മനുഷ്യർക്ക് രോഗമൊന്നുമില്ലേ അല്ലേ? അതിൻ്റെ അർത്ഥം എന്താണ്? ഒന്നാമത്തെ കാര്യം, നമ്മുടെ മനസ്സിനാണ് രോഗം ബാധിക്കുന്നത് അല്ലേ? മനസ്സച്ച ബല ബല ജ്വരാ തന്തം പ്രബന്ധി എന്ന് നമ്മുടെ ഭാരതം പറയുന്നു. അതായത് മനസ്സറിയാതെ നമുക്ക് രോഗം ഉണ്ടാവുന്നില്ല. കൊറോണ വന്ന സമയം ഭ്രാന്തന്മാർ റോഡിൽ യഥേഷ്ടം സഞ്ചരിച്ചു. അവർക്ക് എന്താ കൊറോണ വരാത്ത? എന്താ? അവരെന്താ മനുഷ്യരല്ലേ? എന്താ അവർക്ക് രോഗം വരാത്ത ഇല്ലേ? അപ്പോൾ നമുക്ക് എന്താണ് രോഗം വരാനുള്ള കാരണം? പ്രധാന കാരണം നമ്മുടെ മനസ്സാണ്. നമ്മൾ എപ്പോഴും രോഗകാരണങ്ങളെക്കുറിച്ച് ഒരിക്കലും നമ്മൾ രോഗങ്ങളെക്കുറിച്ച് ചിന്തിക്കരുത്. എപ്പോഴും നമുക്ക് എന്തുകൊണ്ടാണ് രോഗം ഉണ്ടാകുന്നതെന്ന് ചിന്തിക്കുക ഇല്ലേ? അത് അങ്ങനെ വേണം നമ്മൾ ചിന്തിക്കേണ്ടത്. എന്തുകൊണ്ടാണ് രോഗങ്ങൾ ഉണ്ടാകുന്നത്? അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ ഇതൊക്കെ പിന്നെ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട്, അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് കഴിക്കുന്നത് അല്ലേ? പക്ഷെ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചിട്ടും നമുക്ക് രോഗമാണ്. നമുക്ക് ഇഷ്ടപ്പെടാത്ത ഭക്ഷണമാണ് നമ്മൾ കഴിച്ചിരുന്നെങ്കിൽ നമുക്ക് പറയായിരുന്നു, ഓ ഞാൻ ഇഷ്ടപ്പെടാത്തത് കഴിച്ചിട്ടാണ് എനിക്ക് ഈ രോഗമെന്ന്. പക്ഷെ ഇഷ്ടപ്പെട്ടത് കഴിച്ചിട്ടും രോഗം. ഇത്രയധികം നമ്മൾ WHO സ്റ്റാൻഡേർഡിലാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. എന്നിട്ടും ഹോസ്പിറ്റലുകളെല്ലാം ഇന്ന് തിങ്ങി നിറയുന്നൊരവസ്ഥ. അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രധാന കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശരിയല്ലാത്തത് കൊണ്ടാണ്. സംശയമുണ്ടോ ആർക്കെങ്കിലും അതിന്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശരിയല്ലാത്തത് കൊണ്ടാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശരിയല്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഭക്ഷണം? എന്താണ് അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഭക്ഷണം എന്താണ്? നമ്മൾ എന്താണ് കഴിക്കേണ്ടത്? ചോറ്, മീന്, പച്ചക്കറി. അമ്മ പറഞ്ഞത് 100% ശരിയാണ്. ചോറ്, മീന്, പച്ചക്കറി നമ്മുടെ നാടൻ ഭക്ഷണം തന്നെയാണ് നമുക്ക് കഴിക്കേണ്ടത്. പക്ഷേ അതിൽ നമുക്കൊരു ചെറിയൊരു തെറ്റ് പറ്റി. എന്താണ്? നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ പൂർവികർ കഴിച്ചിരുന്നത് എന്താണ്? പൂർവികരെന്ന് പറഞ്ഞാൽ ആദിമകാലത്ത് നമ്മുടെ മനുഷ്യൻ്റെ ആമാശയത്തിൽ നമ്മുടെ ദഹിക്കാനുള്ള നമ്മുടെ ദഹനേന്ദ്രിയങ്ങൾ നമുക്ക് തന്നിരിക്കുന്നത്, നമ്മുടെ ദൈവം തന്നിരിക്കുന്നത് എന്താണ്? അതായത് പ്രകൃതിദത്തമായി പ്രകൃതിയിൽ നിന്നും നേരിട്ട് ഉണ്ടാക്കുന്ന അതേ സാധനം നേരിട്ട് കഴിക്കാനാണ് നമുക്ക് നമ്മുടെ ആമാശയ വ്യവസ്ഥ വന്നിരിക്കുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ അതിനെ മാറ്റി എന്ത് ചെയ്തു? വേവിച്ച ഭക്ഷണമാക്കി. അപ്പം വേവിച്ച ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ അത് നേരായ രീതിയിൽ നമ്മൾ വേവിക്കണം എന്നാണ് അല്ലേ? ഇന്നത്തെ അമ്മമാർക്കും സഹോദരിമാർക്കൊന്നും നേരെ ചൊവ്വെ വേവിക്കാൻ അറിയില്ല. പണ്ടുള്ള അമ്മമാർക്ക്, അതായത് പ്രപഞ്ചത്തിന് നമുക്കൊരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിനെ ആധാരമാക്കിയിട്ടാണ് മനുഷ്യൻ്റെ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത്. അതായത് നമ്മളിപ്പോൾ ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ ഈ പറഞ്ഞ ഭക്ഷണം കഴിക്കുന്നത് പോലും പ്രകൃതിയിൽ നിന്നും നേരിട്ട് കഴിക്കുന്ന ഭക്ഷണമാണ് കഴിക്കേണ്ടത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ,
അങ്ങനെയുള്ള ഫ്രൂട്ട്സ്, അതായത് പഴവർഗ്ഗങ്ങൾ നമ്മൾ കഴിക്കുക. അതോടൊപ്പം വേവിക്കുന്ന ഭക്ഷണങ്ങൾ നമ്മൾ ഇത് നല്ലവണ്ണം, അതായത് അതിൻ്റെ മിനറൽ സാൾട്ട്, ഉപ്പ്, ധാതു ലവണങ്ങൾ നഷ്ടപ്പെടാതെ എങ്ങനെ നമുക്ക് പാചകപ്പെടുത്തി എടുത്ത് നമ്മുടെ വീട്ടുകാർക്ക് കൊടുക്കാമെന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് അധികം വേവിക്കരുത്, പച്ചക്കറികളൊന്നും അധികം വേവിക്കരുത്. ഒരു ഇഡലി പാത്രം എടുത്ത് വച്ച് അതിനകത്ത് പച്ചക്കറികൾ അരിഞ്ഞ് വച്ച് അതിന് ഒരു തുണി കൊണ്ട് തുണിയിൽ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് പച്ചക്കറികൾ അരിഞ്ഞ് വെച്ച് അതിൻ്റെ പുറത്ത് വീണ്ടും ഒരു തുണി വെച്ച് മൂടി അതിൽ നിന്ന് അടയ്ക്കരുത്, അടപ്പ് വെച്ച് അടയ്ക്കരുത്. അതിൽ നിന്നും വരുന്ന ആവി അത് പോണം പുറത്ത്, അടച്ച് വയ്ക്കാതെ ആവി പുറത്തോട്ട് പോകണം. അപ്പം നിങ്ങൾ ചോദിക്കുക അതിൻ്റെ ധാതു ലവണങ്ങൾ നഷ്ടപ്പെട്ടു പോകില്ലേ? ഇല്ല, അങ്ങനെയല്ല അത് വരുന്നത്. ശരിക്കും അത് അടപ്പ് വെച്ച് അടയ്ക്കരുത്, അതിങ്ങനെ അത് പോകും. അപ്പം പോയി കഴിഞ്ഞതിന് ശേഷം ആ സാധനം എടുത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. തോരനോ അവിയലോ കിച്ചടിയോ എന്ത് വേണം ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പാകം ചെയ്യേണ്ടത് ഭക്ഷണം. അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ധാതു ലവണങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് കൂടുതലായി ഇന്ന് രോഗങ്ങളുടെ കാരണം, അല്ലേ? നമ്മൾ ഇഷ്ടപ്പെട്ട എല്ലാ ഭക്ഷണവും കഴിക്കുന്നുണ്ട്. എല്ലാത്തിനും ഭയങ്കര റേറ്റാണ്. 300, 400, 500, 1000 രൂപയുടെ വരെ സാധനങ്ങളാണ് നമ്മൾ കഴിക്കുന്നത്. എന്നിട്ടും നമുക്ക് രോഗം. എന്തുകൊണ്ടാണ്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ ശരിയായ രീതിയിൽ നമ്മൾ പാകം ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പോൾ പാകം ചെയ്ത് നല്ല രീതിയിൽ ഈ ഭക്ഷണങ്ങളെല്ലാം ഈ രീതിയിൽ പാചകം ചെയ്താൽ നമുക്ക് രോഗം ഇല്ലാതിരിക്കുമോ എന്നൊരു ചോദ്യം വരും. ഇല്ല, ഒരിക്കലും ഇല്ല. അതെന്താണ്? നമ്മൾ പാചകം ചെയ്യുമ്പോൾ നമ്മുടെ ഒരു മനസ്സുണ്ട്. അല്ലാതെ വീട്ടിൽ കിടന്ന് വഴക്കുണ്ടാക്കി അടിയുണ്ടാക്കി എന്നെ കൊണ്ട് പറ്റില്ല, കാലത്ത് എണീറ്റ് അടുക്കള ജോലി അത് ഇതെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി നമ്മൾ പാചകം ചെയ്യരുത്. നല്ല മനസ്സോടുകൂടി നമ്മുടെ ഭർത്താവിനും മക്കൾക്കും വേണ്ടി നല്ല മനസ്സോടുകൂടി പാചകം ചെയ്യണം. അതുകൊണ്ടാണ് പണ്ടുള്ളവർ പറഞ്ഞത് അടുക്കള ഒരു ദേവാലയമാണ്, അല്ലേ? അവിടെ നമ്മൾ എന്ത് ചെയ്തു? കാലത്തെ എണീറ്റ് കുളിച്ച് വൃത്തിയായി ശുദ്ധിയോടുകൂടി കാലത്തെ അടുക്കളയിൽ കയറി ചാണകം കൊണ്ട് അടുക്കളയെല്ലാം നന്നായി മൊഴുകിയെടുത്ത് അവിടെ പാചകം ചെയ്യും. കാരണം ശുദ്ധിയോടും നല്ല മനസ്സോടും ആണ് നമ്മൾ പാചകം ചെയ്ത് നമ്മുടെ വീട്ടുകാർക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൽ തന്നെ പണ്ട് കാലത്ത് നമുക്കൊരു സിസ്റ്റം ഉണ്ടായിരുന്നു. എന്താണ്? സാമ്പാർ, അവിയൽ, തോരൻ, ഇതെല്ലാം നമ്മുടെ പഴയ തലമുറക്കാർക്ക് അറിയാം. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ മൂലകങ്ങൾ അടങ്ങിയ സാധനങ്ങളാണ് ഈ പറഞ്ഞ പച്ചക്കറികളെല്ലാം, നാടൻ പച്ചക്കറികളെല്ലാം. ഇന്നത്തെ ഈ പച്ചക്കറി, ഇന്നത്തെ ബ്രക്കോളി അത് ഇതൊന്നും അല്ല, നാടൻ പച്ചക്കറികൾ. അതായത് വെള്ളരി വർഗ്ഗങ്ങൾ, പടവലം, കത്രിക്ക, പിന്നെ നമ്മുടെ ചീനിയമര എന്ന് പറയും. ചീനിയമരൊക്കെ നമ്മുടെ ശരീരത്തിൽ ഇപ്പം അമ്മച്ചിയുടെ ഈ പല പ്രശ്നങ്ങളും, അമ്മയുടെ പല പ്രശ്നങ്ങൾക്കും അതൊരു പരിഹാര മാർഗ്ഗമാണ്. ഒന്നും വേണ്ട, ദിവസവും നമ്മൾ ഭക്ഷണത്തിലെ ചീനിയമര അരിഞ്ഞ് അതിനെ നമ്മൾ ശകലം ഉള്ളി ഇട്ട് തിളപ്പിച്ച് അതിൻ്റെ ജ്യൂസ് കുടിച്ചാൽ മതി. ശരീരത്തിലെ പല നാഡീ പ്രശ്നങ്ങൾക്കും ഒക്കെ നല്ലതാണ്. മനസ്സിലായോ? ദിവസവും അമ്മയ്ക്ക് കാലത്തെ എഴുച്ചാൽ ഉടനെ മലമൂത്ര വിസർജനം നന്നായി നടത്തുക. പിന്നെ അതുപോലെ തന്നെ വെള്ളം ഒരു ദിവസം ഒരു 1.5-2 ലിറ്ററെങ്കിലും ദിവസം വെള്ളം കുടിക്കണം. കാരണം വെള്ളം കുടിച്ച് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസ്, അതായത് വിഷാംശം നമുക്ക് പോവും. കാരണം നമ്മുടെ ശരീരത്തിൽ രോഗങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങളിൽ ഒരു കാരണമാണ് നമ്മുടെ ശരീരത്തിൽ മാലിന്യം കെട്ടിക്കിടക്കുന്നതെന്നുള്ളത്. അപ്പം മാലിന്യം കെട്ടിക്കിടക്കുന്നത് മാറ്റാൻ നമുക്ക് എന്ത് ചെയ്യണം? മലം നന്നായി ദിവസവും കാലത്ത് അല്ലെങ്കിൽ 2 നേരം, അറ്റ്ലീസ്റ്റ് 2 നേരം നമുക്ക് മലം പോകണം. അതുപോലെ തന്നെ മൂത്രവും നന്നായി പോകണം. മലവും മൂത്രവും നന്നായി പോയി കഴിഞ്ഞാൽ അടുത്തത് വേണ്ടത് എന്താണ്? വിയർക്കണം, നന്നായി വിയർക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ജോലി ചെയ്യണം. എന്തെങ്കിലുമൊക്കെ പണ്ട് സ്ത്രീകളെല്ലാവരും ജോലി ചെയ്തിരുന്നു. വീടുകളിൽ അടുക്കള ജോലികളൊക്കെ ചെയ്ത് ക്ഷീണിച്ച അരി ഇടിച്ച് ആട്ടി ഒക്കെ ചെയ്ത് ശരീരം നന്നായി വിയർത്തിരുന്നു. ഇന്ന് അതില്ല. ഇന്ന് വിയർപ്പുകൾ എന്താണ്? നമ്മുടെ രോമകൂപങ്ങളിൽ അടഞ്ഞ് അതിന്ന് ക്യാൻസറായിട്ട് വരുന്നു, ഇല്ലേ? അതുപോലെ തന്നെ പഴയ കാലത്ത് നമ്മുടെ പൂർവികർ ചെയ്തിരുന്ന പല കാര്യങ്ങളും, കാരണം പണ്ട് സ്ത്രീകൾക്ക്, അതായത് അവർ ആദ്യമായി പ്രായപൂർത്തിയാകുന്ന ഒരു പെൺകുട്ടിക്ക് അവർക്ക് വേണ്ട ശുശ്രൂഷ ചെയ്തിരുന്നു, അല്ലേ? പലത് മുട്ടയും നെയ്യും, പിന്നെ എന്താ പറയുക, നല്ലെണ്ണയും ചേർത്ത് കൊടുക്കുമായിരുന്നു. കുറുക്കുകൾ കൊടുക്കുമായിരുന്നു, പല കുറുക്കുകൾ, അതായത് മലാമി,
ചെറുള, ഇതൊക്കെ വെച്ചിട്ട് കുറുക്ക്. അപ്പോൾ ഇവരുടെ എല്ലാം ഈ ശരീരത്തിൽ ഇങ്ങനെയുള്ള പച്ചില മരുന്നുകൾ കൊണ്ട് നല്ല ആരോഗ്യപൂർണ്ണമായ കുട്ടികളാണ് വളർന്നു വന്നത്. അവർ ഗർഭിണിയായി പ്രസവിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന ശുശ്രൂഷ അത് അതിനെക്കാട്ടിയും വളരെ വലുതാണ്. വേദവെള്ളം കുടിക്കുക, അതായത് വേദവെള്ളത്തിലൂടെ നമ്മുടെ ശരീരത്തിലുള്ള ഹോസ്റ്റസ് വൈറസിനെ അവർ ഇല്ലാതെ ആക്കാതെ നല്ല രീതിയിൽ ആ വൈറസുകളെ ക്രമീകരിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തിയെ കൂട്ടിയിരുന്ന ഒരു ഇതായിരുന്നു വേദവെള്ളം. അതായത് ഈ പെരുവെലം എന്ന് പറയും ഒരു സാധനമുണ്ട്, വട്ട ഇലയിലിരിക്കും, ചെറിയ ചെറിയ പൂക്കളായിട്ട്. ഇതിൻ്റെ നമ്മൾ ഒരു ചെറിയ അതിൻ്റെ വേരിന്മേലുള്ള തൊലി എടുത്ത്, അന്നത്തെ പഴയ കാലത്ത് ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ്, അത് എടുത്ത് നമ്മളിങ്ങനെ അരച്ച് അപ്പം ഉണ്ടാക്കി 15 ദിവസം സ്ത്രീകൾക്ക് കൊടുത്താൽ, അതായത് പാപ്പിലോമ എന്ന് പറയുന്ന വൈറസ് ഉണ്ടാകില്ല. ഇന്ന് സ്ത്രീകൾക്കുണ്ടാകുന്ന സെർവിക്കൽ ക്യാൻസർ, ഇതെല്ലാത്തിൻ്റെയും പ്രധാന കാരണം ഈ പറഞ്ഞ നമ്മുടെ പ്രസവത്തിന് ശേഷമുള്ള ശുശ്രൂഷ എന്നാണോ നമ്മൾ ഇല്ലാതാക്കിയത്, എന്നാണോ അത് അനാചാരം എന്ന് പറഞ്ഞ് നമ്മൾ പുറന്തള്ളിയത്, അന്ന് ഓടി നമുക്ക് സ്ത്രീകൾക്ക് ഇതുപോലെയുള്ള ഓരോ പ്രശ്നങ്ങൾ. ഇന്ന് എല്ലാ സ്ത്രീകൾക്കും 45 വയസ്സ് കഴിഞ്ഞ ഒന്നും സ്ത്രീകളല്ല ഇന്ന്. കാരണം ആർക്കും ഇന്ന് ഗർഭപാത്രമില്ല. സ്ത്രീകളുടെ ഇതൊരു ഐശ്വര്യം എന്ന് പറയുന്നത്, അല്ല ഒരു സ്ത്രീത്വം എന്ന് പറയുന്നത് എന്താണ്? അവളിലെ ഗർഭപാത്രവും അവളുടെ മാരടവുമാണ്. ഇന്ന് എന്താണ് എല്ലാവരും 40-35 വയസ്സാകുമ്പോൾ മുമ്പേ ബ്രസ്റ്റിനെ എടുത്തു മാറ്റുക. കാരണം ബ്രസ്റ്റിൽ മുഴ. ഒരു 40-45 വയസ്സ് എത്ര പേഷ്യൻ്റ് എന്ന് അറിയാമോ വിളിക്കുന്നത്? എനിക്ക് ബ്രസ്റ്റിലൊക്കെ മുഴ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഫൈബ്രോയിഡ്, യൂട്രസ് ഫൈബ്രോയിഡ്, ഇങ്ങനെ. ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇന്ന് ഇത്രയും ഈ സ്ത്രീകൾക്ക് ഇത്രയും ഒരു അവസ്ഥ? പണ്ടത്തെ കാലത്ത് എന്താണ് ഈ അമ്മമാർക്ക് എന്താ ബ്രസ്റ്റ് ക്യാൻസർ വന്നില്ലേ? അന്ന് ബ്ലൗസ് പോലും ഇല്ല. കൊച്ചു കുഞ്ഞുങ്ങൾ മാറിടത്തിൽ തൂങ്ങി നടക്കുന്ന കാലം ഇല്ലേ? എത്ര കൊച്ചു കുഞ്ഞുങ്ങൾ, അമ്മൂമ്മമാർ ബ്ലൗസ് പോലും കാണില്ല. അന്ന് അമ്മൂമ്മമാരുടെ മാറിടത്തിൽ തൂങ്ങി കിടക്കും കുട്ടികളൊക്കെ, പാല് കുടിച്ച്. അന്നൊന്നും ഇത്രയും ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടായില്ല. എന്തുകൊണ്ടാണ് ഇന്ന് ഇത്രയും ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകുന്നത്? നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റമാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, കാരണം അമ്മമാരൊക്കെ ഇരുന്ന് കൂടുതൽ ഇന്ന് മുഷിയുമാണ് കഴിയുന്നതും. പിന്നെ നമ്മൾ ഭക്ഷണം, മില്ലറ്റിനെ കുറിച്ചൊക്കെ നമ്മുടെ ആൽബർട്ട് സാറും മറ്റുള്ള ഡോക്ടർമാരൊക്കെ നിങ്ങളോട് പറഞ്ഞു. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞാൽ മില്ലറ്റിനോടൊപ്പം തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ പഴയ കാലത്തെ അരികൾ. അതായത് അതിൽ നമുക്ക് ഏറ്റവും നല്ല അരി എന്ന് പറയുന്നത് മട്ട അരി. അതിൽ ഏറ്റവും കൂടുതൽ ചുമപ്പ് കലർന്ന അരിയാണ്, തവിട് കൂടിയ അരിയാണ്. അതുപോലെ തന്നെ നമ്മുടെ പഴയ നാടൻ അരികളായ മാപ്പിളച്ചമ്പയൊക്കെ ഇവിടെ കിട്ടും. തമിഴ്നാടിൻ്റേതാണ് ഒറിജിൻ. എന്നിരുന്നാലും മാപ്പിളച്ചമ്പ നമുക്ക് ഇവിടെ കിട്ടുന്നതാണ്. അത് നമുക്ക് നാഡീ വ്യവസ്ഥകളെ നല്ല രീതിയിൽ ഇത് പരിപോഷിച്ചു കൊണ്ടുപോകുന്ന ഒരു സാധനമാണ് പിന്നെ മാപ്പിളച്ചമ്പ. അത് പണ്ട് പുരുഷന്മാരാണ് കൂടുതലും കഴിക്കുന്നത്. കാരണം നമ്മുടെ പാരമ്പര്യമായ രോഗങ്ങൾ അടുത്ത തലമുറയിലേക്ക് പോകാതിരിക്കാൻ അവർക്ക് കൊടുക്കുന്ന ഒരു ഭക്ഷണമാണ് ഈ പറഞ്ഞ മാപ്പിളച്ചമ്പ. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് കൊടുത്തിരുന്നു ഗർഭാശയ മുഴകൾ, അതുപോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസർ, ഇതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി പൂങ്കാറ എന്ന് പറയുന്ന ഒരു അരി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കരിങ്കുറുവ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും നമുക്ക് കിഡ്നി സംബന്ധമായ രോഗമുള്ളവർക്ക് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് രോഗങ്ങളിൽ നിന്നും നമുക്ക് മോചിതരാവാൻ വേണ്ടിയിട്ടുള്ള പലതരം നാടൻ അരികൾ നമുക്ക് ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നൊരു ദിവസം നമ്മൾ മില്ലറ്റ് കഴിക്കുവാണെങ്കിൽ അടുത്ത ദിവസം നമുക്ക് അരി. ഇപ്പം നമ്മളിപ്പോൾ മില്ലറ്റ് എന്നൊക്കെ പറഞ്ഞാൽ, അതായത് ചെറുധാന്യങ്ങൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അംഗീകരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഉപയോഗിച്ച് വരുന്ന സാധനമാണ്. ഒരു ദിവസം വൈകുന്നേരം ചായ കുടിച്ചില്ലെങ്കിൽ നമുക്ക് തലവേദന വരുന്ന ആൾക്കാരാണ് നമ്മൾ. പെട്ടെന്ന് നമുക്ക് മില്ലറ്റിലോട്ട് പോകാൻ പറ്റില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നാടൻ അരികളുണ്ട്. ആ അരികൾ വാങ്ങിയിട്ട് നമ്മൾ അതിലോട്ട് പോവുക. നാടൻ അരികൾ കഴിക്കുന്നതോടൊപ്പം അതിൽ കൂടെ തന്നെ മില്ലറ്റുകളും ഇന്ന് കാരണം മില്ലറ്റിന് അതിൻ്റേതായ ഗുണങ്ങളുണ്ട്, നാടൻ അരിക്ക് അതിൻ്റേതായ ഗുണങ്ങളുണ്ട്. അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾ മാറി മാറി ഉപയോഗിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇനി ഹോസ്പിറ്റലിലേ പോകേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ നാടിൻ്റെ ഉയർച്ചയാണ് ആവശ്യം, ഇല്ലേ? നമുക്ക് ഓരോ ദിവസവും നമുക്കത് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് ഹോസ്പിറ്റലുകൾ അല്ല വേണ്ടത്, നമുക്ക് വേണ്ട ആരോഗ്യമുള്ള ഒരു ജനതയാണ് നമുക്ക് വേണ്ടത്, ഇല്ലേ?
ആരോഗ്യമല്ല നമുക്ക് വേണ്ടത്. നമുക്ക് നല്ല ഭക്ഷണം, നല്ല വായു, നല്ല സംസ്കാരം എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി വിട്ടുപോയി. എന്താണ്? ഈശ്വരവിശ്വാസം. ഈശ്വരവിശ്വാസം വേണം നമുക്ക്. ഏത് മതമാകട്ടെ, ഹിന്ദു മതമോ ക്രിസ്ത്യൻ മതമോ നമുക്ക് മുസ്ലിം മതമോ ഏത് മതമായാലും നമുക്ക് അതിൽ അടിയുറച്ച ഈശ്വരവിശ്വാസം വേണം. കാരണം ഈശ്വരനെ നമ്മൾ അറിയാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ ആരെന്ന് നമ്മൾ അറിയുന്നത്, അല്ലേ? നമ്മൾ ആരെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്കൊരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.